നമുക്കെല്ലാവർക്കും അറിയാം, കുഞ്ഞുങ്ങളുടെയൊക്കെ പരീക്ഷ തുടങ്ങി. സോ കുറേ ആളുകളുടെ പരീക്ഷ തുടങ്ങാൻ പോകുന്നു, കുറേ ആളുകളുടെ പരീക്ഷ കഴിഞ്ഞ് പുതിയ ക്ലാസ്സിലേക്ക് കയറി. അപ്പം സോ ദിസ് സെഷൻ ഈസ് കംപ്ലീറ്റ്ലി കുഞ്ഞുങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഈ സെഷൻ പ്ലാൻ ചെയ്തേക്കുന്നത്. പരീക്ഷ എന്ന് പറയുന്നത് ആക്ച്വലി നമുക്കെല്ലാവർക്കും അല്പം പേടിയുള്ള കാര്യമാണ്. എനിക്കും പേടി, ഇപ്പോഴും പരീക്ഷ എഴുതുന്ന നേരത്ത് എനിക്കിപ്പോഴും പേടിയുള്ള കാര്യമാണ്. അങ്ങനെ തന്നെയാണ് പരീക്ഷ, നമുക്ക് എപ്പോഴും അല്പം ടെൻഷനുള്ള കാര്യമാണ്. ഇനി ആർക്കെങ്കിലും ഈ കൂടുതൽ പരീക്ഷ പേടിയില്ലാത്തവരുണ്ടെങ്കിൽ അവർക്കായി ദൈവത്തിന് സ്തോത്രം. പക്ഷേ എപ്പോഴും പരീക്ഷ എന്നുള്ളത് അങ്ങനെ ഭയപ്പെടേണ്ട ഒരു കാര്യമല്ല. ആക്ച്വലി ഞാനപ്പം പരീക്ഷയെ പറ്റിയും പഠനത്തിനെ പറ്റിയും പറയാൻ വേണ്ടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണും. നമുക്ക് ബൈബിളിലേക്ക് നോക്കുമ്പോൾ സദൃശ്യവാക്യം പ്രോവബ്സിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞേക്കുന്ന കാര്യം ജ്ഞാനം എന്ന് പറഞ്ഞ കാര്യമാണ്. നിങ്ങളെല്ലാം ശ്രദ്ധിക്കണേ കുഞ്ഞുങ്ങൾ. പ്രോവബ്സിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞേക്കുന്ന കാര്യം ജ്ഞാനം എന്ന് പറഞ്ഞ കാര്യമാണ്. അതുപോലെ പ്രോവബ്സ് എഴുതിയ ആളിനെ നമുക്കറിയാം, ശലോമോൻ. നമ്മൾ ബൈബിൾ നോക്കുകയാണെങ്കിലും ചരിത്രം നോക്കുകയാണെങ്കിലും ഏറ്റവും ജ്ഞാനിയായ വ്യക്തി, ഭയങ്കര വൈസ് ആയിട്ടുള്ള ഒരാളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും മുൻപിൽ വരുന്ന ഒരാളാണ് ശലോമോൻ എഴുതിയ പുസ്തകമാണ് പ്രോവബ്സിനകത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞേക്കുന്ന കാര്യമാണ് ജ്ഞാനം. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ അകത്ത് തന്നെ ശലോമോൻ പറയുന്നൊരു കാര്യമുണ്ട്, ജ്ഞാനം അന്വേഷിക്കണം, ജ്ഞാനം നമ്മൾ തേടണം, അറിവ് തേടണം. അപ്പം ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. നമ്മൾ അറിവുള്ളവരായിരിക്കണം, നമ്മൾ ജ്ഞാനമുള്ളവരായിരിക്കണം, നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടിയെപ്പറ്റിയും ദൈവത്തെപ്പറ്റിയും ഒക്കെ നമ്മൾ അന്വേഷിക്കുന്നവരും അറിയുന്നവരും ഗ്രഹിക്കുന്നവരും ഒക്കെ ആയിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സദൃശ്യവാക്യത്തിൽ നിന്ന് നമുക്കൊരു വാക്യം വായിക്കാം. ആരെങ്കിലും ഒരാൾ വായിച്ചേ, ഇവിടുന്ന് ആരെങ്കിലും ഒരാൾ വായിച്ചേ. സദൃശ്യവാക്യം 4-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 9 വരെയുള്ള വാക്യം ആരെങ്കിലും ഒരാളൊന്ന് വായിക്കാമോ പെട്ടെന്ന്? ഓക്കെ. അത് നിന്നെ ഒരു മഹത്വ കിരീടം ചൂടിക്കും. ആക്ച്വലി ഈ പോർഷൻ്റെ അകത്ത് പറയുന്നത് ജ്ഞാനം നേടുക, അറിവ് സമ്പാദിക്കുക, ജ്ഞാനം സമ്പാദിക്കുക. സോ നമ്മൾ ജ്ഞാനം നേടുകയും അറിവ് സമ്പാദിക്കുകയും ചെയ്യുന്നത് എങ്ങനെ? നമ്മൾ പഠിക്കുമ്പോഴാണ്. നമ്മൾ ആക്ച്വലി എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പഠിക്കുകയും നമ്മൾ നോളജ് ഉണ്ടാക്കുകയും ചെയ്യുമ്പോഴാണ് ആക്ച്വലി നമുക്ക് ജ്ഞാനം കിട്ടുന്നത്, നമുക്ക് വിവേകം കിട്ടുന്നത്, അറിവ് കിട്ടുന്നത് എല്ലാം അന്നേരമാണ്. ആക്ച്വലി നമ്മൾ സാധാരണ കേട്ടുള്ളൊരു കാര്യമുണ്ട്, നമ്മൾ പഠിക്കുന്നത് എന്തിനാ? നമ്മൾ സമ്പാദിക്കാൻ വേണ്ടിയാണ്, നമ്മൾ ജോലി ചെയ്യുന്നത് സമ്പാദിക്കാൻ വേണ്ടിയാണ്, നമ്മൾ ജീവിക്കുന്നത് തന്നെ സമ്പാദിക്കാൻ വേണ്ടിയാണ്, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. നല്ലതായിട്ട് പഠിച്ചാൽ നല്ല ജോലി കിട്ടും, നല്ല ശമ്പളം കിട്ടും. നമ്മൾ ആക്ച്വലി ആ ഒരു കാര്യം പലയിടത്തുനിന്ന് കേട്ട് നമ്മുടെ മനസ്സിലുള്ളൊരു കാര്യമാണ്. പക്ഷേ ബൈബിൾ പറയുന്നത് അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ബൈബിൾ പറയുന്നത് നമ്മൾ എല്ലാം കൊടുത്ത് എല്ലാം സമ്പത്തുണ്ടാക്കുന്നതിനേക്കാൾ ബൈബിൾ വേറെ കാര്യം പറയുന്നുണ്ട്. സമ്പന്നന്മാരെ പറ്റി ബൈബിളിൻ്റെ കാര്യം പറയുന്നത്, സമ്പന്നന്മാർ സ്വർഗ്ഗത്തിൽ കടക്കുന്നത് ഭയങ്കര ദുഷ്കരമാണെന്ന്, ഭയങ്കര കഷ്ടപ്പാടാണ് സമ്പന്നന്മാർ സ്വർഗ്ഗത്തിൽ കടക്കാമെന്ന് പറയുന്നത്. പക്ഷേ അതേസമയം ബൈബിൾ ജ്ഞാനം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അറിവ് നേടുന്നതിനെ പറ്റി പറഞ്ഞത്, നിങ്ങളുടെ ഫുൾ സ്വത്ത്, നിങ്ങളുടെ സമ്പാദ്യം മുടക്കി, നിങ്ങളുടെ പൈസ എല്ലാം ചിലവാക്കി നിങ്ങളെ കൊണ്ട് കഴിയുന്നത്രയും അറിവ് നേടണം, ജ്ഞാനം നേടണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് വേറൊരു കാര്യം കൂടെ അറിയാം. പൈസ ഉണ്ടാകുമ്പം പെട്ടെന്ന് പൈസ ഇല്ലാത്തൊരു വ്യക്തി പെട്ടെന്ന് പൈസയൊക്കെ ഉണ്ടെങ്കിൽ കുറേ പൈസ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആ വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കലി കുറച്ച് ബഹുമാനം കിട്ടും. പൈസ ഉള്ള ആളുകൾക്ക് എവിടെ നിന്ന തരത്തിൽ പെട്ടെന്ന് ബഹുമാനം വരും. പക്ഷെ നമ്മളൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പൈസ കൊണ്ടുവരുന്ന ബഹുമാനം, നമ്മൾ പൈസ ഉള്ളവന് കിട്ടുന്ന ബഹുമാനം, ഈ പൈസ തീരുമ്പോൾ ആ ബഹുമാനം അങ്ങ് തീരും. ഈ പൈസ ഉള്ളവന് പെട്ടെന്ന് പൈസ ഉണ്ടാകുന്ന ഒരാളെ എല്ലാവരും ഒരു സാറേ എന്നൊക്കെ വിളിക്കും. പക്ഷേ ഈ പൈസ പോകുമ്പം ഈ സാറ് വിളിയും അങ്ങ് പോകും. പക്ഷേ ഇതേ സമയം നമ്മൾ ജ്ഞാനം ഉള്ളവരാകുകയാണെങ്കിൽ, നമ്മൾ വിദ്യാഭ്യാസം ഉള്ളവരാകുകയാണെങ്കിൽ നമുക്ക് ജ്ഞാനം, അതാണ് ഇപ്പം നമ്മൾ വായിച്ച വാക്യം പറഞ്ഞ്, ജ്ഞാനം അത് നിന്നെ ഉയർത്തും, അതിനെ ആലിംഗനം ചെയ്താൽ അത് നിനക്ക് മാനം വരുത്തും, അത് നിൻ്റെ തലയെ അലങ്കാരമാല അണിയിക്കും, അത് നിനക്ക് മഹത്വ കിരീടം ചൂടിക്കും. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടുമ്പോൾ, നമുക്ക് നോളജ് കിട്ടുമ്പോൾ, നമ്മൾ അറിവുള്ളവരാകുമ്പം നമുക്ക് മാനം തനിയെ വരും, നമുക്ക് ബഹുമാനം തനിയെ വരും. പഠിത്തമുള്ള ആളുകളെ ഒബ്വിയസ്ലി നമ്മളെല്ലാവരും പഠിത്തമുള്ള ആളുകളെ, നല്ല എഡ്യൂക്കേഷനുള്ള ആളുകളെ നമ്മൾ ഒബ്വിയസ്ലി അവരെ കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളവരെ സാറേന്ന് വിളിക്കും. ബഹുമാനം, വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ നമുക്ക് അറിവുള്ളപ്പം, നമുക്ക് ജ്ഞാനമുള്ളപ്പം, നമുക്ക് വിവേകമുള്ളപ്പം ആളുകൾ നമ്മളെ കാണുമ്പോൾ നമുക്ക് മാനം തരും, നമുക്ക് ബഹുമാനം തരും. അപ്പം
പണത്തേക്കാൾ, നമ്മൾ പണത്തിന് പിന്നാലെ പോകുന്നതിനേക്കാൾ നമ്മൾ വിദ്യാഭ്യാസത്തിന് പിന്നാലെ പോകണം എന്ന് തന്നെയാണ് ബൈബിൾ പറയുന്നത്. അപ്പം ബാക്കി എന്തിനേക്കാളും നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നതിനേക്കാൾ നമ്മുടെ സമയം നമ്മൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി, നമ്മൾ അറിവ് നേടുന്നതിന് വേണ്ടി ചിലവാക്കണം എന്നാണ് പറയുന്നത്. സോ ഞാൻ ഈ ഒരു മെസ്സേജിന് കൊടുക്കാൻ എടുക്കുന്ന പേര് ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ. നമ്മൾ എന്താണ്, വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത എന്നതിനെ പറ്റിയായിരുന്നു. അപ്പം നമ്മൾ എപ്പോഴും സ്വാഭാവികമായി നമ്മുടെ മാതാപിതാക്കളുടെ പ്രഷറിന് വഴങ്ങി, നമ്മുടെ മാതാപിതാക്കൾ പറയുന്നതുകൊണ്ട് പഠിക്കുന്ന ആളുകളാണ്. നമ്മൾ മാതാപിതാക്കൾ പഠിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്നത്. പക്ഷെ നമ്മൾ പഠിക്കേണ്ടത്, നമുക്ക് പഠിക്കാൻ സ്വയമായിട്ടൊരു ആഗ്രഹം വരണം. നമുക്ക് പഠിക്കാൻ, നമ്മൾ സ്വന്തമായിട്ട് പഠിക്കണമെന്ന് തോന്നുമോ? എങ്ങനെ തോന്നും? അതാണ് ഞാനും പറഞ്ഞത്. നമ്മൾ പഠിച്ചാൽ, നമുക്ക് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ, നമുക്ക് ജ്ഞാനമുണ്ടെങ്കിൽ, നമുക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ, ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാനം തനിയെ വരും, നമുക്ക് റെസ്പെക്റ്റ് തനിയെ വരും, നമുക്ക് പണം തനിയെ വരും. ഇതെല്ലാം കിട്ടണമെങ്കിൽ നമ്മൾ പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ ആക്ച്വലി ഇതൊന്നും വരത്തില്ല. പഠിക്കാതിരുന്ന കഷ്ടപ്പാടാണ്. നമ്മൾ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുകയും കഷ്ടപ്പെട്ട് അഭിമാനം ഉണ്ടാക്കുകയും ചെയ്യേണ്ട അവസ്ഥയാണ്. പക്ഷെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട്, നമുക്ക് അഭിമാനം തന്നെ വരും, നമുക്ക് മാനം തന്നെ വരും, ആളുകൾ നമ്മളെ ബഹുമാനിക്കും. ഓക്കെ, അതുപോലെ വേറൊരു കാര്യമുണ്ട്. നമുക്ക് പുസ്തകത്തിൽ നിന്ന് മാത്രമല്ല നമുക്ക് ജ്ഞാനം നേടുന്നത്, പുസ്തകത്തിൽ നിന്ന് മാത്രമല്ല നമുക്ക് നോളജ് കിട്ടുന്നത്. എഡ്യൂക്കേഷൻ കംസ് ഫ്രം ദ ബുക്ക്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പുസ്തകം പൈസ മുടക്കി പുസ്തകം വാങ്ങിച്ച് പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നതാണ് എഡ്യൂക്കേഷൻ. പക്ഷെ നോളജ് എന്ന് പറയുന്നത്, അറിവെന്ന് പറയുന്നത് പുസ്തകത്തിൽ നിന്ന് മാത്രമല്ല. നമുക്ക് എവിടെ നിന്നൊക്കെ അറിവ് കിട്ടാമോ, നമുക്ക് എവിടെ നിന്നൊക്കെ നോളജ് കിട്ടാമോ അതെല്ലാം നമ്മളെടുക്കണം. ഇപ്പം നമുക്കറിയാത്ത ഏതൊരു കാര്യം, നമുക്ക് ഇപ്പം ചെയ്യാൻ അറിയാത്തൊരു കാര്യം, നമുക്ക് ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുക, ഒരു പുതിയ ടെക്നോളജി പഠിക്കുക, അല്ലെങ്കിൽ ഏതൊരു പുതിയ ഒരു ഗാഡ്ജറ്റ് ഉപയോഗിക്കാൻ പഠിക്കുക എന്ന് തുടങ്ങി എന്ത് കാര്യവും, നമ്മൾ പുതുതായിട്ട് പഠിക്കുന്ന എന്ത് കാര്യവും നമ്മുടെ നോളജിനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആരും നമ്മുടെ അടുക്ക് വന്നിട്ട് ഒരു ദിവസം വേണ്ട നിനക്കത് അറിയത്തില്ലല്ലോ എന്ന് പറയാൻ ഒരിക്കലും ഇടയാവില്ല. നമ്മൾ എല്ലാ കാര്യത്തെ പറ്റി, ലോകത്ത് നടക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഓരോ ഉപകരണങ്ങളെ പറ്റി ആയിക്കോട്ടെ, എന്തിനെ പറ്റിയാണെങ്കിലും നമുക്ക് എല്ലാത്തിനെ പറ്റിയും ഒരു അറിവുണ്ടായിരിക്കണം. നമ്മൾ എപ്പോഴും അറിവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ പുസ്തകത്തിൽ നിന്ന് മാത്രമല്ല അറിവ് നേടേണ്ടത്, അത് മാതാപിതാക്കളും കൂടെ ഞാൻ പറയാൻ പോകുന്നത്. എപ്പോഴും പിള്ളേരോട് പഠിക്കടാ, പുസ്തകം എടുത്ത് പഠിടാ മാത്രമല്ല. ആക്ച്വലി പുസ്തകത്തിൽ നിന്ന് മാത്രമല്ല നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് സമൂഹത്തിൽ നിന്ന് പഠിക്കാനുണ്ട്, നമുക്ക് സഭയിൽ നിന്ന് പഠിക്കാനുണ്ട്, നമുക്ക് വീട്ടിൽ നിന്ന് പഠിക്കാനുണ്ട്, നമുക്ക് കുടുംബത്തിൽ നിന്ന് പഠിക്കാനുണ്ട്, നമുക്ക് മാതാപിതാക്കളിൽ നിന്ന് പഠിക്കാനുണ്ട്. ആക്ച്വലി പേരൻസ് ആരെങ്കിലും ഇപ്പം നമ്മൾ വായിച്ച അതേ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് വായിക്കാമോ? മക്കളെ അപ്പൻ്റെ പ്രബോധനം കേട്ട് വിവേകം പ്രാപിക്കേണ്ടതിന് ശ്രദ്ധിപ്പീൻ എന്നാ എഴുതിയേക്കുന്നത്. ഞാൻ പേരൻസ് ആരെങ്കിലും വായിക്കാനാണ് പറഞ്ഞു. ഓക്കെ, അപ്പം ഞാൻ അപ്പനെ ബൈബിൾ പറഞ്ഞേക്കുന്നത്, ഞാനത് അപ്പനും അമ്മയെന്ന് എഴുതിയേക്കും. വായിക്കാം നമുക്ക്. അപ്പൻ്റെയും അമ്മയുടെയും പ്രബോധനം കേട്ട് ജ്ഞാനം പ്രാപിക്കാനാണ് ബൈബിൾ പറഞ്ഞേക്കുന്നത്. അപ്പം അറിവുണ്ടാകേണ്ടത്, ജ്ഞാനം ഉണ്ടാകേണ്ടത് സ്കൂളിൽ നിന്നും അല്ലെങ്കിൽ സൺഡേ സ്കൂളിൽ നിന്നും അല്ലെങ്കിൽ പുസ്തകത്തിൽ നിന്നും മാത്രമല്ല, അപ്പനും അമ്മയും കൊടുക്കുന്ന പ്രബോധനത്തിൽ നിന്നും അപ്പനും അമ്മയും കൊടുക്കുന്ന ജ്ഞാനത്തിൽ നിന്നും കൂടെയാണ് കുഞ്ഞുങ്ങൾക്ക് വിവേകമുണ്ടാകുന്നത്, ജ്ഞാനം ഉണ്ടാകുന്നത്. അപ്പം ഇനി അപ്പനും അമ്മയും പറഞ്ഞു കൊടുത്തില്ലെങ്കിലോ, അപ്പനും അമ്മയും ജ്ഞാനം പറഞ്ഞു കൊടുത്തില്ലെങ്കിലോ, ഇല്ലെങ്കിലും അവിടെ നിന്ന് തന്നെ പഠിക്കും. കാരണം ബൈബിളിൽ അങ്ങനെ പറഞ്ഞേക്കുന്നത്, അപ്പൻ്റെ അമ്മയുടെയും പ്രബോധനം കേട്ട് പഠിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നിങ്ങൾ മാതാപിതാക്കൾ വീട്ടിൽ പറയുന്ന കാര്യങ്ങളും, മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും, മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന പ്രബോധനവും, അവർക്ക് കൊടുക്കുന്ന എക്സാമ്പിളും അനുസരിച്ചാണ് പിള്ളേർ വളരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിനി പറഞ്ഞു കൊടുത്തില്ലെങ്കിലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങൾ സംസാരിക്കുന്ന കാര്യവും അത് അവർക്ക് പ്രബോധനമാണ്. അത് കണ്ടിട്ട് തന്നെയാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പം നിങ്ങളും അത് ശ്രദ്ധിക്കുക. പിള്ളേർ പഠിക്കണം, പിള്ളേർ സ്കൂളിലേക്ക് പഠിക്കണം, എല്ലാം പഠിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയ ലൈഫ് എക്സ്പീരിയൻസും, അതുപോലെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതോ നിങ്ങൾക്ക് കൊടുക്കാനുള്ള പ്രബോധനങ്ങളും കൂടെ അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ കുട്ടികളും നിങ്ങളുടെ മക്കളും അത് ശ്രദ്ധിക്കുന്നുണ്ട്. അത് അവർക്കൊരു മാതൃകയാണ്, അത് അവർക്കൊരു ഉദാഹരണമാണെന്നും കൂടെ നിങ്ങൾ ചിന്തിക്കുക. നമുക്ക് വിദ്യാഭ്യാസം വേണം, അതുപോലെ തന്നെ നമുക്ക് അറിവും വേണം. ഇപ്പം നമ്മൾ വായിച്ച ആ ഒരു പോർഷനിൽ പറഞ്ഞേക്കുന്നത് വി നീഡ് വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ആക്ച്വലി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിൽ നമുക്ക് നോളജ് കിട്ടും. ആക്ച്വലി ഈ വിസ്ഡം അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ആക്ച്വലി എഡ്യൂക്കേഷൻ വേണം, നമ്മൾ പഠിക്കണം. സ്കൂളുകളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും നമുക്ക് പഠിക്കാവുന്ന അത്രത്തോളം പഠിക്കണം. അതാണ് നമ്മൾ വായിച്ചത്. നിങ്ങളുടെ സമ്പാദ്യം മുഴുവൻ എടുത്ത് നിങ്ങൾ പഠിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം നിങ്ങൾ പണ്ടൊക്കെ കാലത്ത് കാര്യമെങ്കിൽ SSLC വരെ പഠിക്കുമായിരുന്നു. നമ്മുടെ അപ്പന്മാരുടെയും അവർക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ SSLC വരെ പഠിക്കുമായിരുന്നു. കാരണം അതായിരുന്നു ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. അതിന് മേളിൽ പഠിക്കുന്നത് കഷ്ടമാണ്, കുറച്ച് ആളുകൾ പഠിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് +2 വരെ മാൻഡേറ്ററി ആണ്, +2 വരെ എല്ലാവരും പഠിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊക്കെ ഡിഗ്രി ചെയ്യുന്നതിന് മുമ്പ് തൊട്ട് തന്നെ ഡിഗ്രി എല്ലാം കോമൺ, എല്ലാ വ്യക്തികളും ഡിഗ്രി ചെയ്യുമായിരുന്നു. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് PG ഒക്കെ ആയപ്പോഴത്തേക്ക് എല്ലാ ആളുകളും, ഡിഗ്രി ചെയ്യുന്ന എല്ലാ ആളുകളും ഇപ്പം PGയും ചെയ്യുന്നുണ്ട്. അപ്പം പഠിക്കുന്നതിൻ്റെ ഒരു ലിമിറ്റും ഒരു ഹയറാർക്കിയൊക്കെ കൂടി. ഇപ്പം എല്ലാ വ്യക്തികളും ഡിഗ്രിയും PGയും വരെ എടുക്കുന്നുണ്ട്. അപ്പം നമ്മളും ചെയ്യേണ്ടത് നമ്മളെ കൊണ്ട് പഠിക്കാവുന്നതിൻ്റെ മാക്സിമം പഠിക്കണം. കാരണം മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ
നമ്മൾ മറ്റുള്ളവരെക്കാൾ താഴെയാകാൻ പാടില്ല. നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. നമ്മൾ എത്രത്തോളം ഉയർന്ന എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടാൻ പറ്റുമോ അതെല്ലാം കിട്ടാം. പക്ഷേ നമ്മുടെ സമൂഹത്തിന് പ്രശ്നമുണ്ട്. നമ്മുടെ സമൂഹത്തിൽ എഞ്ചിനീയർമാരും നഴ്സുമാരും മാത്രമേ ഉള്ളൂ. നമുക്ക് വേറെ പ്രൊഫഷൻസ് കുറവാണ്. നമുക്ക് അഡ്വക്കേറ്റ്സ് ഇല്ല, നമുക്ക് പബ്ലിക് സർവൻസ് ഇല്ല, നമുക്ക് സോഷ്യൽ വർക്ക് ചെയ്യുന്ന ആളുകളില്ല. നമുക്കിതൊക്കെ കുറവാണ്. നമുക്കിതെല്ലാം വേണം. നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നിടത്തോളം സാധനങ്ങൾ പഠിക്കുകയും നമ്മളെ കൊണ്ട് അക്വയർ ചെയ്യാൻ പറ്റുന്ന അത്രയും നോളജ് നമ്മൾ അക്വയർ ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് എഡ്യൂക്കേഷനും നോളജും രണ്ടും ആക്ച്വലി ഈക്വൽ അല്ല. എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് നോളജ് കിട്ടും, പക്ഷേ വിസ്ഡം ഉണ്ട്, അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഇത് രണ്ടും വരുന്നത് ദൈവത്തിൽ നിന്നാണ്. അത് നമ്മൾ പഠിച്ചത് കൊണ്ടോ എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞോ ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞോ നോളജ് ഉണ്ടെന്ന് പറഞ്ഞോ നമുക്ക് വിസ്ഡവും അണ്ടർസ്റ്റാൻഡിങ് കിട്ടത്തില്ല. വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് കംസ് ഫ്രോം ദ ഗോഡ്. അതായത് ജ്ഞാനവും അറിവും ഇതെല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. അത് തന്നെയാണ് ആക്ച്വലി ഈ പ്രോബ്സ് മുഴുവൻ പറയുന്നതാണ്. ജ്ഞാനവും അറിവും ഇതെല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പം നമ്മൾ എന്തോ ചെയ്യേണ്ടത്? നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ സ്കൂളിലെ സാധനങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്, ഹോംവർക്ക് ചെയ്യുന്നുണ്ട്, അസൈൻമെൻറ്റ് എല്ലാം ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ അണ്ടർസ്റ്റാൻഡിങ്ങും വിസ്ഡവും ഒക്കെ വേണമെങ്കിൽ, നമുക്ക് അറിവും വിവേകവും ജ്ഞാനവും ഒക്കെ വേണമെങ്കിൽ എന്തു ചെയ്യണം? അതിന് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പഠിക്കുന്നതിനൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. പ്രാർത്ഥന എന്ന് പറയുന്നത് കമ്പൽസറിയാണ്, അത് മാൻഡേറ്ററി ആണ്. നമ്മൾ എത്രത്തോളം പഠിച്ചാലും അതുകൊണ്ട് നമുക്ക് ഉപയോഗം ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ കൂടെ പഠനത്തോടൊപ്പം നമുക്ക് പ്രാർത്ഥനയും വേണം. കാരണം പഠിച്ച കാര്യം നമുക്ക് നമ്മുടെ മനസ്സിലിരിക്കണമെങ്കിൽ, പഠിച്ച കാര്യം നമുക്ക് ഉപയോഗപ്പെടുത്തണമെങ്കിൽ, അത് നമുക്ക് അറിവായിട്ടും ജ്ഞാനമായിട്ടും ഒക്കെ മാറണം. അത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ നമ്മൾ പരീക്ഷയെ പറ്റി പറയുകയാണ്. പരീക്ഷ എന്ന് പറയുന്നത് ആക്ച്വലി എപ്പോഴും ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയും അല്ലെങ്കിൽ റാങ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയും മാത്രം ഉള്ളതല്ല. ആക്ച്വലി അതെല്ലാം മാൻഡേറ്ററി ആണ്. ആക്ച്വലി അതെല്ലാം ഹയർ എഡ്യൂക്കേഷനിൽ വരുമ്പോഴത്തേക്കും ഒരു ക്രൈറ്റീരിയ ആണ്. പക്ഷേ അത് മാത്രമല്ല, പരീക്ഷ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ എന്ത് പഠിച്ചു, നമുക്ക് എന്തറിയാമെന്ന് നമുക്ക് തന്നെ തോന്നാൻ വേണ്ടിയുള്ള, അത് പരീക്ഷ എഴുതിയിട്ട് പേപ്പർ വരുമ്പോൾ ടീച്ചർ പറഞ്ഞു തരേണ്ട അറിവല്ല. പരീക്ഷ എഴുതുമ്പം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമോ, അല്ലെങ്കിൽ പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് തന്നെ തോന്നേണ്ട ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. എനിക്കെന്തോ അറിയാം, ഞാൻ ഇവിടം വരെ ഞാൻ പഠിച്ചോ എന്ന് നമുക്ക് സ്വന്തം തോന്നേണ്ട ഒരു ബോധ്യമാണ്. നമുക്കൊരു കൺവിക്ഷൻ ഉണ്ടാകണം, നമ്മുടെ പഠിത്തത്തെപ്പറ്റി നമുക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് നമ്മൾ പരീക്ഷകൾ എഴുതുന്നത്. ആക്ച്വലി അതുകൊണ്ട് പറഞ്ഞു, പരീക്ഷകളെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പരീക്ഷകളെ നമ്മൾ അങ്ങനെ അപ്രോച്ച് ചെയ്യണ്ടേ. അപ്പം എപ്പോഴും നമുക്ക് ചിലപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്ന് വരത്തില്ല, നമുക്ക് റാങ്ക് കിട്ടിയെന്ന് വരത്തില്ല, സാരമില്ല, ദാറ്റ്സ് ഓക്കെ. നമ്മൾ ആക്ച്വലി അത് വേണ്ടെന്നല്ല, നമുക്ക് റാങ്ക് കിട്ടുന്നത് അത് നമുക്ക് അഭിമാനമാണ്, അത് നല്ലതാണ്, എല്ലാം അടിപൊളിയാണ്. പക്ഷേ റാങ്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ റാങ്കിലെങ്ങും വന്നില്ല, ഇറ്റ്സ് ഓക്കെ. നമുക്ക് തന്നെ സ്വയം ഒരു ബോധ്യം ഉണ്ടാകണം. നമ്മൾ പഠിച്ചോ, നമ്മൾ ഇത്രയും നാൾ നമ്മൾ സ്പെൻഡ് ചെയ്ത ടൈം, നമ്മൾ സ്പെൻഡ് ചെയ്ത മണി, അത് വർത്താണോ, നമ്മൾ പഠിച്ചോ, നമുക്ക് ആ അറിവ് കിട്ടിയോ, ജ്ഞാനം കിട്ടിയോ എന്നുള്ളതാണ്. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. സങ്കീർത്തനം 37:5 ഞാൻ വായിക്കാം. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ പഠിക്കണം. പരീക്ഷ എഴുതാൻ പോകുമ്പോഴും പഠിക്കുമ്പോഴും എല്ലാം നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് ആഗ്രഹങ്ങളുണ്ട്, നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള നമ്മുടെ സ്വപ്നങ്ങളുണ്ട്, ഡ്രീമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ഇതിനെ എന്തോ ചെയ്യണം? ഇതെല്ലാം ഉള്ളപ്പം തന്നെ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. അത് ദൈവത്തിന് സമർപ്പിക്കണം, ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഭരമേൽപ്പിക്കണം. അത് എൻ്റെ ആഗ്രഹങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമുക്ക് എന്തോ ആഗ്രഹം, നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതെല്ലാം നമ്മൾ ദൈവത്തിനെ ഭരമേൽപ്പിക്കണം. ദൈവത്തിന് ഭരമേൽപ്പിക്കുമ്പോൾ ദൈവം അത് നിവർത്തിക്കും. നമ്മൾ ചെയ്യുന്ന നമ്മുടെ കഴിവിനേക്കാൾ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ ദൈവം നമ്മളെ അതിനെ സഹായിക്കും. അപ്പോൾ നമുക്ക് 2 വാക്യം കൂടെ വായിക്കാം. ഞാൻ നിർത്താൻ പോവുകയാണ്. അതിന് മുമ്പ് നമുക്ക് 2 വാക്യം കൂടെ വായിക്കാം. ഈ സൈഡിൽ നിന്ന് ഒരാൾ യാക്കോബ് 1:5, ഈ സൈഡിൽ നിന്ന് ഒരാൾ 1 കൊരിന്ത്യർ 1:27 വായിക്കണേ. യാക്കോബ് 1:5 ആരിൽ ഒരാൾ വായിച്ചേ. യാക്കോബ് 1:5. അപ്പം ജ്ഞാനം കുറവാണെങ്കിൽ ഇപ്പം നമുക്ക് തന്നെ തോന്നുക, എനിക്കൊരു സബ്ജക്റ്റ് പാടാണ്, അല്ലെങ്കിൽ എനിക്കൊരു പോർഷൻ പാടാണ്, അല്ലെങ്കിൽ എനിക്കൊരു സാധനം പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല, എനിക്കത് പരീക്ഷ എഴുതാൻ പേടിയാണ്, പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഈ സബ്ജക്റ്റിനോട് പേടിയാണ്, അല്ലെങ്കിൽ ഈ സാധനം എനിക്ക് പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ തോന്നുന്ന അവസരങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും. ആ സമയത്ത് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കാനോ, അല്ലെങ്കിൽ നമ്മൾ വേറെ ആളുകളുടെ അടുക്കൽ ഓടിപ്പോകാനല്ല ദൈവം പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്? നമുക്ക് അങ്ങനെ ഒരു ബലഹീനത ഉണ്ടെങ്കിൽ, നമുക്ക് ജ്ഞാനം കുറവാണ്, ഒരു വിഷയത്തിൽ നമുക്ക് കുറച്ച് നോളജ് കുറവാണ്, അല്ലെങ്കിൽ ഒരു വിഷയം നമുക്ക് പാടാണ്, മനസ്സിലാകുന്നില്ല, ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ എന്തോ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്? നമ്മൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത്. ഫലിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ പറഞ്ഞു,
അറിവും ജ്ഞാനവും എല്ലാം വരുന്നത് ദൈവത്തിങ്കിൽ നിന്നാണ്. അപ്പം നമുക്കൊരു സാധനം പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോടെ പറയണ്ടേ, ദൈവം എനിക്ക് സാധനം പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല, പരീക്ഷയാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്കൊന്നും ഓർമ്മയില്ല. ഇങ്ങനെയൊക്കെ ഒരു അവസരം വരുമ്പോൾ നമ്മൾ വേറെ ആരുടെ അടുക്കൽ പോയി കരയാനും വേറെ ആരുടെ അടുക്കൽ പോയി സങ്കടം പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ആദ്യം ദൈവത്തോട് പറയാം, ദൈവമേ എനിക്കിത് മനസ്സിലാവുന്നില്ല. അപ്പം അവിടെ പറഞ്ഞു, അപ്പം വിവേകവും ജ്ഞാനവും ഔപചാരികമായി കൊടുക്കുന്ന ദൈവം അത് നിങ്ങൾക്ക് തരും. അതുപോലെ ഞാൻ പറഞ്ഞ മറ്റേ വാക്യം 1 കൊരിന്ത്യർ 1:27 അതിലൊരാൾ വായിച്ചേ. അത് മതി. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. നമ്മളെക്കാൾ റാങ്ക് ഉള്ളവരും നമ്മളെക്കാൾ പഠിത്തത്തിൽ ഉയർന്നവരും നമ്മളെക്കാൾ മാർക്ക് കൂടിയവരും ഒക്കെ ക്ലാസ്സിൽ കണ്ടേക്കാം, അല്ലെങ്കിൽ ഒക്കെ നമ്മുടെ ചുറ്റും കണ്ടേക്കാം. പക്ഷേ നിങ്ങളൊരു കാര്യം അറിയണം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വരുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളത് കാണാൻ പോകുന്ന കാര്യമാണ്. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകത്തിൽ ദൈവം ഭോഷത്വമായതിനെയാണ് തിരഞ്ഞെടുത്തത്. നിങ്ങളെക്കാൾ കൂടുതൽ റാങ്ക് ഉള്ളവർക്കും കിട്ടാത്ത കാര്യങ്ങൾ, നിങ്ങളെക്കാൾ കൂടുതൽ മാർക്ക് ഉള്ളവർക്ക് കിട്ടാത്ത കാര്യങ്ങൾ, നിങ്ങളുടെ ക്ലാസ്സിലെ ടോപ്പർ, സ്കൂൾ ടോപ്പർ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ടോപ്പറിനെ കിട്ടാത്ത കാര്യങ്ങൾ, അവർക്ക് തുറക്കാത്ത വഴികളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കും. അവർക്ക് കിട്ടാത്ത വഴികളെ, അവർക്ക് കിട്ടാത്ത ഓപ്പർച്യൂണിറ്റീസിനെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തരും. അപ്പം നിങ്ങളെല്ലാവരും കുഞ്ഞുങ്ങളെല്ലാവരും ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച്, ദൈവമേ അങ്ങയുടെ ജ്ഞാനം ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ പഠിക്കുന്നുണ്ട്, സ്കൂളിൽ പഠിപ്പിച്ചതൊക്കെ ഞങ്ങൾ പഠിക്കുന്നുണ്ട്, ഞങ്ങളതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഞങ്ങൾക്ക് വേണ്ടത് വിസ്ഡം, നോളജ്, ജ്ഞാനം വേണം, വിവേകം വേണം. അത് ദൈവത്തിൽ നിന്നാണ് വരണ്ടേ. ദൈവമേ ഞങ്ങൾക്ക് ജ്ഞാനം തരണേ, വിവേകം തരണമേ. ഞങ്ങൾക്ക് മനസ്സിലാകാത്തൊരു കാര്യം അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ദൈവമേ അങ്ങയുടെ വിവേകം ഞങ്ങൾക്ക് തരണേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു, മാതാപിതാക്കളും പ്രാർത്ഥിച്ചു. മാതാപിതാക്കൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന, ബോർഡ് എക്സാം എഴുതുന്ന പിള്ളേരാരോളെ, SSLC ബോർഡ് എക്സാം, 10th എക്സാം എഴുതുന്ന ആരെങ്കിലും ഒന്നുണ്ടിട്ട്, +2 ബോർഡ് എക്സാം എഴുതുന്നവരുണ്ടോ? +2 ബോർഡ് എക്സാം എഴുതുന്നാരാ? ഗോഡ്വിൻ എന്തേ? ഗോഡ്വിൻ ഉണ്ടല്ലോ ഇവിടെ കണ്ട്, പ്ലീസ് കം ഫോർവേഡ്. ഗോഡ്വിൻ +2 ബോർഡ് എക്സാം എഴുതുന്നുണ്ട്, 10ാം ക്ലാസ് എഴുതുന്നവർക്ക്. അതുപോലെ ഇപ്പം 9th പാസ്സായിട്ട് 10th കയറിയ കുഞ്ഞുങ്ങളുണ്ടല്ലോ, നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്നേ. +1 എഴുതുന്ന കുട്ടികളും കൂടെ ഒന്ന്, +1 ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികളോട് ഒന്ന് എഴുന്നേക്കാം. നിങ്ങളൊന്ന് ഫ്രണ്ട് വന്നേ. മാതാപിതാക്കളും പ്രാർത്ഥിക്കുക, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവർക്ക് പഠിച്ച് ഇവർക്ക് നല്ല പാസ്സാകുകയാണെങ്കിൽ, ഇവർക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടുകയാണെങ്കിൽ, ഇവർക്ക് നല്ല ഡിഗ്രി കിട്ടുകയാണെങ്കിൽ, ഇവർക്ക് നല്ല ജോലി കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് മാനമാണ്, അത് സഭയ്ക്ക് മാനമാണ്, ഇവർക്ക് മാനമാണ്, ഇവിടെ കുടുംബത്തിന് മാനമാണ്, നമ്മുടെ സമൂഹത്തിന് എല്ലാം ഇത് മാനമാണ്. അപ്പം നമ്മൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ കുഞ്ഞുങ്ങളും നിങ്ങളും പ്രാർത്ഥിക്കുക, പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളും പ്രാർത്ഥിക്കുക. പാസ്റ്റർ പ്ലീസ് പ്രാർത്ഥിക്കാം. ദയവായിട്ട് മാതാപിതാക്കൾ ഇവിടെ നേരെ കരം നീട്ടിക്കട്ടെ.